ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം ഇപ്രകാരമാണ് നമ്മളോട് പറയുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നുവെന്ന്. ഫലം തരാത്തതിനെ നീക്കിയിട്ട് ഫലം തരുന്നതിനെ കൂടുതൽ ഫലമുണ്ടാകുവാൻ വേണ്ടി വെട്ടിയൊരുക്കുന്നു. ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ, നമ്മളിൽ തന്നെ നല്ലതും ഫലം തരുന്നതും ഫലം തരാത്തതുമായ വസ്തുതകളും വ്യക്തിബന്ധങ്ങളും സ്ഥാപനങ്ങളും കഴിവുകളും ഒക്കെ ഉണ്ടായിരിക്കും. ചിലതൊക്കെ കഴിവുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് പാടുന്ന ഒരാൾക്ക് പാടാനുള്ള അവസരങ്ങൾ ഉണ്ടായെന്നിരിക്കില്ല. മറ്റു ചിലപ്പോൾ നല്ല ഭരണപാഠവും ഉണ്ടെങ്കിലും അധികാരം കയ്യിലേട്ട് വരുന്നുണ്ടാവത്തില്ല. അതുപോലെ പല പല ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല, ശുഭമായ ഭാവിയും പ്രസാദവും നൽകുന്ന, നന്മകൾ നൽകുന്ന ഒരു പദ്ധതിയാണെന്ന് തമ്പുരാൻ വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണെന്ന് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വഴികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തു മാറ്റുന്നുണ്ടെങ്കിൽ, ആരെയെങ്കിലുമൊക്കെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് സങ്കടപ്പെടാതെ കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുവാനും നന്മയുണ്ടാകുവാനുമുള്ള ഒരു മാറ്റി നിർത്തൽ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫലങ്ങൾ ഉണ്ടാകാത്തതിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു, നീക്കം ചെയ്തിരിക്കുന്നു എന്നതിന് പകരം ചില പരിഭാഷകളിൽ അതിനെ എടുത്തു മാറ്റിയിരിക്കുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഫലം തരാത്തതിനെ വീണ്ടും നട്ടു വളർത്തി, വെട്ടിയെടുത്ത കമ്പിനെ വീണ്ടും മണ്ണിൽ നട്ട് ഒരു പുതുജീവനായി വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും എന്ന് തന്നെയാണ്. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കുവാനായിട്ട് വന്നവനാണ് ഈശോ മിശിഹ. അതുകൊണ്ട് ജീവിതത്തിലെ നഷ്ടങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതെ, ജീവിതത്തിലെ എടുത്തു മാറ്റിയതിനെ കുറിച്ച് ചിന്തിച്ച് ദിവസത്തിൻ്റെ സന്തോഷം കളയാതെ, ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശങ്ങൾ മാത്രം മതി എന്ന് വിചാരിച്ച് ഇന്നിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ മനസ്സിനെ അതിൻ്റെ ഭൂതവർത്തമാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് വർത്തമാനകാലത്തിൽ ജീവിക്കാൻ ഭൂതകാലത്തെയും ഭാവി കാലത്തെയും നമുക്ക് മാറ്റി നിർത്താനും കഴിഞ്ഞാൽ ഈശോ പറഞ്ഞ ഒരു വാക്ക് നമ്മളിൽ സഫലമാകും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. നിങ്ങളിൽ നിന്ന് ആ സമാധാനം ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ലെന്ന്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അവയെല്ലാം മാറ്റി വെച്ച് ദൈവത്തിൻ്റെ വെട്ടിയൊരുക്കലുകൾക്ക് നമുക്ക് നിന്നു കൊടുക്കാം. ആമേൻ.